ഹായ് ഫ്രണ്ട്സ്, ഒരു പുത്തനെയാണ് ഉണ്ടാക്കുന്നേ. ഷീറ്റ് വെച്ചൊരു പുത്തനെയാണ് ഉണ്ടാക്കുന്നേ. എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഹായ് ഫ്രണ്ട്സ്, പറഞ്ഞതെല്ലാം കറക്റ്റ് തന്നെയാണ്. വെറും ഒരു പ്ലെയിൻ ഷീറ്റിൽ നിന്നാണ് ഒരു 3D എഫക്റ്റോടുകൂടിയുള്ള ഒരു ബുദ്ധനെയാക്കാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു സ്കെയിലിൻ്റെ അത്രയും വീതി വേണ്ട കുറച്ച് വീതിയിൽ സ്കെയിലിൻ്റെ അത്രയും നീളത്തിൽ 2 ഷീറ്റ് കട്ട് ചെയ്ത് താണ്ടില്ലേ, ഇതുപോലെ നീളത്തിൽ 2 ഷീറ്റ് കട്ട് ചെയ്ത് അതിനെ ചേർത്ത് ഒട്ടിച്ച് വെക്കുകയാണ്. അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന B7000 എന്ന ഗം കൊണ്ട് തന്നെയാണ്. ഇനി ആ ഒരു ബുദ്ധൻ്റെ ഔട്ട്ലൈൻ ഒരു പ്ലെയിൻ വൈറ്റ് പേപ്പറിൽ ഞാൻ ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഈ കട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്കെയിൽ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. കുറച്ച് വളരെ എളുപ്പമാണ് ചെയ്യാൻ, പക്ഷേ ആ ഒരു ഒട്ടിച്ചെടുക്കുന്ന ഒരു കുറച്ച് ബുദ്ധിമുട്ടോടുകൂടി ആണെങ്കിൽ കൂടിയും നമ്മൾ ഒരു സ്കെയിലിൻ്റെ വലിപ്പത്തിൽ നീളത്തിൽ വെച്ച് മടക്കി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ഔട്ട്ലൈൻ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. ഇതേപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ഫ്രൂട്ട്സോ ആനിമൽസോ ബേഡ്സോ എന്ത് വേണമെങ്കിലും ഇതുപോലെ ഒരു OHP ഷീറ്റിൽ ഔട്ട്ലൈൻ ഇട്ട് സ്കെയിൽ പോലെ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് 2 പീസ് വേണം. വലിപ്പം കൂടിയും വലിപ്പം കുറച്ചും അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ B7000 എന്ന ഗം അത് പ്രത്യേകം എടുത്ത് പറയാൻ സൂപ്പറായിട്ടുള്ളൊരു ഗമ്മാണ് ഏതിലും. ഇനി ആ സ്കെയിൽ പോലെ കട്ട് ചെയ്ത 2 എണ്ണം ഉണ്ട്. അപ്പോൾ ആ 2 എണ്ണവും കൂടി ചേർത്ത് ഞാൻ ഒട്ടിച്ച് വെക്കാനായിട്ട് ഈ ഗമ്മാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ അതേ എഫക്റ്റ് ഉള്ളത് ഞാൻ എല്ലാത്തിലും പറയുന്നുണ്ട്. അപ്പോൾ അത്ര എഫക്റ്റോടുകൂടിയുള്ളൊരു ഗമ്മാണ്. നമ്മൾ കുറച്ച് നേരം ഒന്ന് പിടിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് തന്നെ അത് ഒട്ടി നല്ല ടൈറ്റായിട്ട് ഒട്ടിപ്പോണ ഒരു ഗമ്മാണത്. ഒരു ഗ്ലൂ ആണ്, കണ്ടില്ലേ. ഇതിങ്ങനെ ചേർത്ത് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ട് ഇനി ഈ ഒരു ബുദ്ധൻ്റെ ഒരു ഔട്ട്ലൈനിൽ കൂടെ ഈ ഒരു ഗം ഔട്ട്ലൈൻ ഇട്ട് അതായിരിക്കും കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിലാകുമ്പോൾ. അതിനൊക്കെ മുൻപേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ നമ്മൾ ചെയ്യാൻ ഒരു ആപ്പിൾ ആണെങ്കിൽ ആപ്പിളിൻ്റെ ഷേപ്പ് കട്ട് ചെയ്ത് ഇട്ടായിരുന്നു ചെയ്യാൻ. ഇപ്പോഴെന്ന് വെച്ചാൽ ഇതാണ് കുറച്ചും കൂടി എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത്. ഒരു ഷേപ്പ് നമ്മളൊരു OHP ഗ്ലാസ് ഷീറ്റ് എന്ന് വെച്ചാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. എല്ലാ ബുക്ക് സ്റ്റോളുകളിൽ ചോദിച്ചാൽ അത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ ഒരു OHP ഷീറ്റിൽ ഔട്ട്ലൈൻ ഇട്ടിട്ട് ഇതുപോലെ സ്കെയിൽ പോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൻ്റെ മുകളിൽ കൂടെ ഈ B7000 എന്നൊരു ഗമ്മ് വെച്ച് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതൊന്ന് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നല്ല ടൈറ്റ് ആയതിനു ശേഷം ആ ബാലൻസ് OHP ഷീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. അതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. അതിന് മുന്നേ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഷേപ്പ് എടുത്ത് അത് കട്ട് ചെയ്തിട്ട് പിന്നെ അതിന് ചുറ്റും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടൊക്കെ ആയിരുന്നു ചെയ്തത്. ഇപ്പം ഞാൻ ത്രൂ ആയിട്ട് ഔട്ട്ലൈൻ ഇട്ട് എന്നുവെച്ചാൽ ഇത് വളരെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റം തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഈ ഒരു ഗ്ലാസ് ഷീറ്റിൻ്റെ ഐറ്റം എന്ന് പറയുന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഒരു ഔട്ട്ലൈൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഗ്ലൂ വെച്ച് B7000 എന്ന ഗ്ലൂ വെച്ച് ഔട്ട്ലൈൻ ഇട്ടിട്ട് ഇതാദ്യം ഒന്ന് എടുത്ത് വെച്ച് നോക്കിയതാണ് ഇത്രത്തോളം നമുക്കത് ആ ഒരു 2 കട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഒരുപാട് ആ സ്കെയിലിൻ്റെ അത്രയും വലിപ്പമല്ല, ഒരു മീഡിയം വീതിക്കാണ് അത് കട്ട് ചെയ്ത് പരസ്പരം ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഒരുപാട് വീതിയുടെ ആവശ്യവും ഇല്ല. നമുക്ക് ഇഷ്ടമനുസരിച്ച് ചെയ്യാം. കുറച്ച് വീതിക്ക് ചെയ്യാം, കുറച്ച് കൂടിയ വീതിയാണെങ്കിൽ നമുക്കത് സ്റ്റാൻഡായിട്ട് ഒട്ടിച്ച് വെക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിപ്പോൾ ഒരു മീഡിയം വീതിക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഞാൻ ഇതിന് ചുറ്റും ഔട്ട്ലൈൻ വെറും ഒരു ഔട്ട്ലൈനാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതിന് ചുറ്റും ഈ ഒരു ഗ്ലൂ കണ്ടില്ലേ, ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. ഗ്ലൂ കൊണ്ട് ഞാൻ ഔട്ട്ലൈൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതൊരു ഗ്ലൂ കൊണ്ട് ഔട്ട്ലൈൻ വരച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഏത് ഷേപ്പ് വേണമെങ്കിലും വെറും ഒരു സിമ്പിളായിട്ടുള്ളൊരു ഷീറ്റിൽ നിന്നും നമുക്കൊരു 3D എഫക്റ്റോടുകൂടി ഏത് ഐറ്റംസിനെയും നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ അരയന്നത്തിനെ ചെയ്തിട്ടുണ്ട്. ബേർഡിനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഒരു
3D എഫക്റ്റോടുകൂടി നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ വളരെ എന്താ ഭംഗിയാണത്. ആ ഒരു 3D നമുക്ക് വേണ്ടുന്ന ഡെക്കറേഷൻ അതിൻ്റെ അകത്ത് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഫ്ലവർ ഇട്ടോ അല്ലെങ്കിൽ പിന്നെ ഗ്ലിറ്റേർഡ് പൗഡർ ഇട്ടോ അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ഗ്ലാസ് ഷീറ്റ് എടുത്ത് ഒട്ടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്ററായിട്ട്. ഇനിയിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഹെഡ് പോർഷൻ്റെ അവിടെ വളച്ച് ആ ഗ്ലൂ നല്ല ടൈറ്റ് ഗ്ലൂ ആണ്. നമുക്ക് ആ വളയ്ക്കുന്ന ഭാഗമാകുമ്പോൾ അവിടെ ഒന്ന് ഒടിച്ച് മടക്കി കൊടുത്തേ പറ്റൂ. കാരണം നമ്മൾ അങ്ങനെ ഒടിച്ച് മടക്കിയാണ് ഈ ഷേപ്പ് ആക്കി എടുക്കുന്നത്. ഇത് ഡയറക്റ്റ് ത്രൂ ഞാനങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മടക്കി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ വേറൊരു ഭാഗം മടക്കി വെച്ചിട്ട് അത് വീണ്ടും അതുമായിട്ട് യോജിച്ച് ഒട്ടിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച് ഡയറക്റ്റ് ത്രൂ ഒന്ന് ഒട്ടിച്ച് നോക്കിയാൽ കൊള്ളാമെന്ന് കരുതിയിട്ടാണ് ഇതുപോലെ മടക്കിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. കുറച്ചൊരു റിസ്ക് തന്നെയാണ്. കാരണം ആ ഒരു ഗ്ലൂയിലോട്ട് അതിനെ ചേർത്ത് വെച്ച് ഒരു 2-3 മിനിറ്റ് പിടിച്ച് വയ്ക്കുമ്പോൾ അത് ഗ്ലൂയിലത് നമ്മളെ മതിൽ പോലെ തന്നെ അത് സ്റ്റാൻഡപ്പായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ. കുറച്ച് നേരം ഒന്ന് പിടിച്ച് വെക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഇത് തന്നെയാണ് ഞാൻ നോക്കിയപ്പം കുറച്ചും കൂടി എളുപ്പം. ആ വളവനുസരിച്ച് നമ്മളൊന്ന് മടക്കി ഒടിച്ചു കൊടുക്കണം. കണ്ടില്ല, ആ വളവനുസരിച്ച് ഒന്ന് ഒടിച്ച് മടക്കി അത് ഇളകി പോവുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടി ഗ്ലൂ ചേർത്തിട്ട് പിടിച്ച് വെക്കാമെങ്കിൽ അത് അവിടെ അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോളും. കുറച്ചൊരു റിസ്ക് തന്നെയാണ് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഓടിച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ ഒറ്റ ട്രിപ്പിന് തന്നെ അത് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയി കഴിയും. ആ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് എവിടെയൊക്കെ നമുക്ക് ഗ്ലൂ ഇട്ട് ഒന്നും കൂടി പേസ്റ്റ് ചെയ്ത് വെക്കാമെങ്കിൽ അത് നമുക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഒരു ഇടുക്കിന് ആ ഒരു നെഗിൻ്റെ പോർഷന് കുറച്ചും കൂടി അവിടെ ഒട്ടിച്ചേരാനുണ്ട്. ഉണ്ടില്ല, പക്ഷേ അവിടെ ഗ്ലൂ ഓൾറെഡി ഉള്ളതുകൊണ്ട് അവിടെ ഒട്ടിക്കഴിഞ്ഞ്. ഈ ഗ്ലൂവിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു 2-3 മിനിറ്റ് നമ്മൾ അങ്ങനെ തന്നെ വെക്കാമെങ്കിൽ അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയി കഴിയും. നമ്മൾ ഒരു ബോക്സ് പോലെ ആക്കി കളഞ്ഞ് ഇനി അതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഞാൻ ഗോൾഡൻ ബുദ്ധനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഗോൾഡൻ കളർ ചെയ്ത് അതിൻ്റെ അകത്ത് മിനുക്കപ്പൊടി കിട്ടും, നമുക്ക് ഗോൾഡൻ്റെ ഗ്ലിറ്റേർഡ് പൗഡർ കിട്ടും, പല കളറിലെ കിട്ടും. ഇതിപ്പം ഗോൾഡൻ ആയതുകൊണ്ട് കണ്ടില്ലേ എന്ത് എളുപ്പത്തിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചൊരു റിസ്ക് ആയിരുന്നു ആ ഒരു ഔട്ട്ലൈൻ ചെയ്യാനായിട്ട്. പിന്നെ ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ്, നിമിഷ നേരം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ആ ഒരു ഗ്ലിറ്റേർഡ് പൗഡറും ഒക്കെ കംപ്ലീറ്റ് ഫില്ലാക്കി, പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ കളറ് ഫില്ലാക്കി അതിൻ്റെ അകത്ത് സീക്വൻസ് ഒട്ടിച്ച് കണ്ടില്ലേ കംപ്ലീറ്റ്. അതിൻ്റെ മുകളിൽ OHP ഷീറ്റ് രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ട് മുകളിൽ OHP ഷീറ്റ് ചേർത്ത് ഒട്ടിച്ച് വെച്ച് അത് ബാക്കിയുള്ള പോർഷൻ ഒരു 5 മിനിറ്റ് ഇരുന്ന ബാക്കിയുള്ള പോർഷൻ കംപ്ലീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, മനോഹരമാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ 3D എഫക്റ്റോടുകൂടി ബുദ്ധനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു.